പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ലക്ഷ്മി നായരുടെ കുടുംബം കൈയടക്കി വച്ചിരിക്കുന്ന ലോ അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ലോ അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അതിനി അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നും എനിക്കെതിരെ അവിടുത്തെ വിദ്യാർത്ഥികളെ കൊണ്ട് മാനനഷ്ട കേസ് കൊടുക്കാൻ ലോ അക്കാദമിയുടെ മാനേജ്മെൻറ്റ് അനൗദ്യോഗികമായി തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ലോ അക്കാദമിയുടെ മാനേജ്മെൻറ്റിനോട് പറയാനുള്ളത്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് അടിയന്തരമായി കൊടുക്കണം എന്നാണ്. ഞാൻ കുറേ കാലങ്ങളായി ലോ അക്കാദമിക്കെതിരെ വീഡിയോകൾ ചെയ്ത് ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിനിയും തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതെല്ലാം കോടതിയുടെ മുന്നിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ളൊരു അവസരം ലഭിക്കും എന്നുള്ളതുകൊണ്ട് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാറുള്ളത്. ഈ ലോ അക്കാദമിയുടെ മാനേജ്മെൻറ്റ് പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളുണ്ട്. അത് ഈ നമ്മുടെ ഹൈക്കോടതിയിലേക്ക് ഉൾപ്പെടെ ന്യായാധിപരും മനസ്സിലാക്കണം. അവർ പറഞ്ഞു നടക്കുന്നത്, പലരും ഇവിടുന്ന് പഠിച്ചിട്ട് പോയ ന്യായാധിപരാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ചു പോയ ന്യായാധിപരാണ് ഈ കോടതികളിലൊക്കെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്കൊന്നും പേടിക്കണ്ട. നമ്മൾ എന്ത് അനധികൃതമായി ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ന്യായാധിപർ അവിടെ ഇരുന്ന് നമ്മളെ സഹായിച്ചുകൊള്ളും എന്നുള്ള ഒരു ഹുങ്കാണ് ഈ ലോ അക്കാദമി എന്ന സ്ഥാപനത്തിലുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ന്യായാധിപർ മനസ്സിലാക്കണം. നിങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ലോ അക്കാദമിയുടെ മാനേജ്മെൻറ്റ് എന്നുള്ളത് ബഹുമാനപ്പെട്ട ന്യായാധിപർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം എന്താണ് പറഞ്ഞത്? 2022-2025 3 ഇയർ യൂണിറ്ററി LLB പരീക്ഷയുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ. ആ പരീക്ഷയിൽ നിന്ന് ആയിരക്കണക്കിന് പിള്ളേർ എഴുതുന്നതാണ്. സർക്കാർ ലോ കോളേജ് ഉണ്ട്, പിന്നെ സ്വകാര്യ ലോ കോളേജ് ഉണ്ട്. അവിടെ നിന്നൊക്കെ ആയിരക്കണക്കിന് പിള്ളേർ എഴുതുന്നുണ്ട്. അവരെല്ലാവരും കുത്തിയിരുന്ന് പഠിച്ചിട്ട് രാത്രി ഉറങ്ങാതൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് വന്നിട്ടാണ് അവർ പരീക്ഷ എഴുതുന്നത്. പക്ഷേ ഈ യൂണിറ്ററി LLBയുടെ പരീക്ഷ വന്നപ്പോൾ ആ പരീക്ഷയിലെ ആദ്യത്തെ 15 റാങ്കുകൾ, അല്ല 1 റാങ്കോ 2 റാങ്കോ അല്ല 5 റാങ്കോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് 5 അല്ല 10 അല്ല 15 റാങ്കുകളും ഈ ലോ അക്കാദമി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നായരുടെയും ഈ കോലിക്കോട് കൃഷ്ണൻ നായരും നാഗരാജ നാരായണനും ഒക്കെ കൂടെ ചേർന്നിട്ട് കൈയടക്കി വെച്ചിരിക്കുന്ന ഈ കോളേജിനാണ് ലഭിച്ചത് എന്ന വാർത്തയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ ചെയ്തത്. എന്ന് മാത്രമല്ല, ആ കോളേജിലെ ഒരു പ്രൊഫസർ, അനിൽകുമാർ ജി എന്ന് പറഞ്ഞൊരു പ്രൊഫസറായിരുന്നു ഈ വൈവ ബോർഡിൻ്റെ ചെയർമാൻ എന്നുള്ള കാര്യവും, അയാളായിരുന്നു വാല്യുവേഷൻ ക്യാമ്പിൻ്റെ ചെയർമാൻ എന്നുള്ള കാര്യവും കൂടി ഞാൻ പുറത്തു കൊണ്ടുവന്നിരുന്നു. അത് തീർത്തും അസ്വാഭാവികമാണ് എന്നുള്ളിടത്ത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് സംബന്ധിച്ച് കേരള സർവകലാശാല അന്വേഷിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കോളേജിൽ നിന്ന് ഉള്ള 15 കുട്ടികൾക്ക് ഈ LLB പരീക്ഷയിൽ ആദ്യത്തെ 15 റാങ്ക് കിട്ടിയെങ്കിൽ അത് അസ്വാഭാവികമാണ്, തീർത്തും അസ്വാഭാവികമാണ്, ഇൻട്രീഗിങ് ആണ്, ദുരൂഹമാണ് എന്നുള്ളിടത്ത് ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് എനിക്കെൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പിന്നെ മാനനഷ്ട കേസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക തന്നെ വേണം, എത്രയും പെട്ടെന്ന് തന്നെ അത് കൊടുക്കണം എന്നാണ് എനിക്ക് ലക്ഷ്മി നായരോടും കോലിക്കോട് കൃഷ്ണൻ നായരോടും നാഗരാജ നാരായണനോടും ഒക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ഇന്ന് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി എനിക്ക് പങ്കുവെക്കാനുള്ളത് ഒരർത്ഥത്തിൽ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനേക്കാൾ അതിഗുരുതരമായ, ഞാൻ പറഞ്ഞതിനേക്കാൾ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് എനിക്ക് ഇന്ന് ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഞാനിത് പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി ഞാനൊന്ന് പറയാം. നമുക്കറിയാമല്ലോ, 2026 മെയ് 15 ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പരാമർശമുണ്ട്. ആ പരാമർശം എന്ന് പറയുന്നത്, ഇന്ത്യയിലൊട്ടാകെ പതിനായിരക്കണക്കിന് വ്യാജ LLBകൾ ഡിഗ്രികൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഗൗരവമായി അന്വേഷിക്കണം. ആ അന്വേഷണം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയെ ഏൽപ്പിക്കാൻ എനിക്ക്
വലിയ വിശ്വാസമില്ല. കാരണം അവരും ഈ വ്യാജ ഡിഗ്രി ഉൽപ്പാദിപ്പിക്കുന്നവരായി ഒത്തുകളിക്കുകയാണെന്നുള്ള സംശയം എനിക്കുണ്ട്. അതുകൊണ്ട് CBI ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യാജ LLB ഡിഗ്രിയെക്കുറിച്ചും അവരുമായി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ സ്ഥാപനം നിയമവിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാപനം ഒത്തുകളിക്കുകയാണെന്നൊക്കെ ഉള്ളൊരു പരാമർശം ഇന്ത്യയുടെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് 2026 മെയ് 15 നടത്തിയിട്ടുണ്ട്. അതിൽ ആകപ്പാടെ ഞെട്ടിത്തരിച്ച ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അതിനെ തുടർന്ന് വിശദമായിട്ടുള്ളൊരു സർക്കുലർ എനിക്കൊന്ന് 8-10 ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാ സംസ്ഥാനങ്ങളിലെയും സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് അയച്ചു കൊടുത്തു. അതിൽ വളരെ വിശദമായി പറയുന്നത് എല്ലാ ലോ കോളേജുകളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൽ നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ, അതിൻ്റെ ഒരുപാട് വിശദാംശങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അത് കൃത്യമായി ഒരു ഇൻസ്പെക്ഷൻ ടീമിനെ വെച്ച് അന്വേഷിപ്പിച്ച് അനധികൃതമായിട്ടാണോ അല്ലേ അങ്ങനെ അല്ലാതെയാണോ പ്രവർത്തിക്കുന്നത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകൾക്കും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വിശദമായിട്ടുള്ള ഒരു സർക്കുലർ അയച്ചിരുന്നു. സർക്കുലറാണ് ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഡ്രോപ്പിൽ കാണുന്നത്. വളരെ ഗൗരവമായിട്ടാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അതിൻ്റെ പശ്ചാത്തലത്തിലാണ്, ആ സർക്കുലറിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ലോ അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം എത്രത്തോളം നിയമവിരുദ്ധമായിട്ടും അനധികൃതവുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡസൻ തെളിവുകൾ, 1 തെളിവും 2 തെളിവും 3 തെളിവും 5 തെളിവുമല്ല, 1 ഡസനെങ്കിലും തെളിവുകൾ കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അതായത് 15 പിള്ളേർക്ക് റാങ്ക് ലഭിച്ച ഈ കോളേജിൻ്റെ അവസ്ഥയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അതിലൊന്ന്, ആ കോളേജിൽ UGC സ്കെയിൽ അനുസരിച്ച് ശമ്പളം കൊടുക്കുന്നില്ല എന്നാണ്. അതായത് ലോ കോളേജുകളൊക്കെ UGC സ്കെയിൽ അനുസരിച്ച് ശമ്പളം കൊടുക്കുന്നത്. UGC സ്കെയിൽ ഇല്ല, അവിടുത്തെ സാറന്മാർക്ക് ശമ്പളം ഇല്ല എന്ന് മാത്രമല്ല, അവിടുത്തെ പ്രിൻസിപ്പാളും UGCയുടെ മാനദണ്ഡം അനുസരിച്ച് ക്വാളിഫൈഡ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റ് ഡയറക്ടർ അക്കാഡമിക്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പ്രസിഡന്റ് ഡയറക്ടർ അക്കാഡമിക്സ്, അയാളുടെ പേര് K. അനിൽകുമാർ എന്നാണ്. അയാൾ NK ജയകുമാർ എന്നും പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അയാളുടെ സഹോദരനാണ്. അയാൾ പ്രൊഫസർ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് അവിടെ അയാൾ അറിയപ്പെടുന്നത്. ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ, അയാൾ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എന്നൊക്കെ പറഞ്ഞ് നിരോധകം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടുന്ന് റിട്ടയർ അവിടെ ദീർഘനാൾ പതിറ്റാണ്ടുകൾ ജോലി ചെയ്തിട്ട് അവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് അയാൾ നേരെ ലോ അക്കാദമിയിലേക്ക് വന്നു. ലോ അക്കാദമിയിലേക്ക് വന്നപ്പോൾ ഈ K. അനിൽകുമാർ ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോൾ പ്രൊഫസറായി. അത്ഭുതകരമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് പ്രൊഫസറാണെങ്കിൽ 16 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് വേണം എന്നാണ് UGCയുടെ മാനദണ്ഡം പറയുന്നത്. അതൊന്നുമില്ലാത്ത നിരോധകം ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കുന്ന ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്ന K. അനിൽകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അവിടെ വന്നപ്പോഴത്തേക്കും സുപ്രഭാതി പ്രൊഫസറാകുകയാണ്. അയാളാണ് ഇവിടുത്തെ ഡയറക്ടർ അക്കാഡമിക്സ്. അയാളെ ക്രൂസ്ചേവ് എന്നാണ് വിളിക്കുന്നത്. ആലോചിച്ച് നോക്ക്, ക്രൂസ്ചേവ് വിൽ ടേൺ ഇൻ ദ ഗ്രേവ് എന്ന് നമ്മൾ പറയും. അതായത് മരിച്ച ആളുകളെ അതിജീവിച്ചാൽ, അപ്പോൾ ഈ K. അനിൽകുമാറിനെ ക്രൂസ്ചേവ് എന്നാണ് വിളിക്കുന്നത്. സുഹൃത്തുക്കളെ, അടുത്ത ഞെട്ടിക്കുന്നൊരു വിവരം എന്താണെന്നറിയോ? ഞെട്ടിക്കുന്നൊരു വിവരം എന്ന് പറയുന്നത്, അവിടെ ഈ ലോ അക്കാദമിയിൽ അവസാന വർഷം LLB പാസ്സാകുന്ന, അവസാന വർഷം LLM പഠിക്കുന്ന വിദ്യാർത്ഥികളെ അവിടെ അധ്യാപകരായി നിയമിക്കുന്നു എന്നൊരു വിവരമുണ്ട്. എന്നിട്ട് പിന്നീട് അവരെ എന്ത് ചെയ്യുന്നറിയോ? അവരെ LLB പിള്ളേരുടെ പേപ്പർ നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നും കേൾക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിച്ച് നോക്ക്. ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള യൂണിവേഴ്സിറ്റിയിലെ പല കോഴ്സുകളിലും എത്രയോ 10-15 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ കൊണ്ടുപോയായിരുന്നു പേപ്പർ വാല്യൂ ചെയ്യുന്നത്. എന്നാൽ അത് വലിയ പ്രതിഷേധമൊക്കെ വന്നതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് വാല്യൂ ചെയ്യാൻ പാടില്ല, സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ എന്ന് തീരുമാനിച്ചു. എന്നാൽ നമ്മൾ ഞെട്ടിക്കുന്നൊരു വിവരം എന്നറിയോ? LLBയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷാ പേപ്പറുകൾ വീട്ടിൽ കൊണ്ടുപോയി വാല്യൂ ചെയ്യാമെന്നാണ് ഇപ്പോഴത്തെ നിയമം. അപ്പം LLBയുടെ പരീക്ഷാ പേപ്പറുകളെല്ലാം അധ്യാപകർക്ക് വീട്ടിൽ കൊണ്ടുപോകാം. മനസ്സിലായില്ലേ? ആ പശ്ചാത്തലത്തിൽ വേണം ഈ ലോ അക്കാദമിയിൽ LLM പഠിക്കുന്ന വിദ്യാർത്ഥികളെ അധ്യാപകരായി നിയമിക്കുന്നു എന്ന് കേൾക്കുന്നു. അവരെ പിന്നീട് വാല്യുവേഷൻ വിടുന്നു. LLMൻ്റെ റിസൾട്ട് വന്നിട്ട് പോലും ഇല്ല എന്ന് നമ്മൾ കേട്ടോണോ? സുഹൃത്തുക്കളെ, അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്നറിയോ? ഈ ലോ അക്കാദമിയിൽ ഏതാണ്ട് ഒരു 1200ഓളം പിള്ളേർ അവിടെ ഉണ്ട്. അവിടെ 5 ഇയർ BA LLBക്ക് 120 പിള്ളേരുണ്ട്, BCom LLBക്ക് 60 ഉണ്ട്, BA LLBക്ക് 60, LLB IT 60, 3 ഇയർ യൂണിറ്ററി LLB അത് 180, പിന്നെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഈവനിങ് കോഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് 1200 പിള്ളേരുണ്ട്. സുഹൃത്തുക്കളെ, ഒരു ക്ലാസ്സിൽ 60, ഒരു ക്ലാസ് മുറി 60 പിള്ളേർക്ക് വേണ്ടിയിട്ട് വേണം.
1200 പിള്ളേരാണ് അവിടെ പഠിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള മുറികൾ അവിടെ ഉണ്ടോ എന്ന് അവിടുത്തെ വിദ്യാർത്ഥികളും അവിടുത്തെ രക്ഷിതാക്കളും ഒന്ന് പരിശോധിച്ച് നോക്ക്. ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ ലോ കോളേജിനെ നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു വർഷം ഒരു 5-6 കോടി രൂപ അവർക്ക് ഫീസിനത്തിൽ കിട്ടുന്നുണ്ട്. 5-6 കോടി രൂപ ഫീസിനത്തിൽ കിട്ടുന്നവരാണ് ഇത്രയും പിള്ളേരെ അവിടെ പഠിപ്പിച്ച് ഇത്രയും ശമ്പളവും കൊടുക്കാതെ അവിടെ ഈ പറഞ്ഞ പോലെ കുളിമുറി പോലുള്ള മുറികളിൽ ഈ കുട്ടികളെ കുത്തി കയറ്റി ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഷിഫ്റ്റ് സിസ്റ്റം പാടില്ല എന്നാണ്. എന്നാൽ 8 മുതൽ 9 വരെയും 1:30 മുതൽ 7 വരെയും അവിടെ ഷിഫ്റ്റ് സിസ്റ്റം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അടുത്ത് കോപ്പിയടി അവിടെ നടന്നു എന്നും 15 SFI പിള്ളേരിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു എന്നുമാണ് നമുക്ക് വിവരം. സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് കേരള സർവകലാശാലയിലെ പരീക്ഷാ കൺട്രോളർ അയാൾ ലോ അക്കാദമിയിൽ നിന്ന് പാസ്സായ ആളാണ് എന്നാണ് അറിയുന്നത്. എനിക്ക് കിട്ടുന്ന വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സ്ക്വാഡ് കോപ്പിയടിയുമായി ബന്ധപ്പെട്ട് സ്ക്വാഡ് പോകുന്നുണ്ടെങ്കിൽ സ്ക്വാഡ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിട്ടാൽ ഉടനെ തന്നെ ലോ അക്കാദമിയിൽ വിവരം കിട്ടും സ്ക്വാഡ് വരുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ വരുന്നു എന്നുള്ള വിവരം കിട്ടിയാൽ ഉടനെ പരീക്ഷ എഴുതുന്ന പിള്ളേരുടെ മുറിക്ക് പുറത്തുകൂടെ സ്ക്വാഡ് വരുന്നു എന്നും പറഞ്ഞിട്ട് അവിടുത്തെ ചില കീഴ്ജീവനക്കാർ നടന്നു പോകുന്നു. അപ്പം കോപ്പി അടിക്കുന്ന പിള്ളേരെല്ലാം അവസാനിക്കും, ഈ കോപ്പിയടി അവസാനിപ്പിക്കുന്നത്. അപ്പം പരീക്ഷാ കൺട്രോളർ കേരള യൂണിവേഴ്സിറ്റിയിൽ അവിടെ നിന്നാണ് പാസ്സായത് എന്ന് നമ്മൾ കേൾക്കും. അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അറ്റൻഡൻസ് 75% മാൻഡേറ്ററി ആണ്. അറ്റൻഡൻസ് അതായത് 75% ഒരു സെമസ്റ്ററിൽ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ കഴിയുള്ളൂ. പക്ഷേ അവിടെ പഠിക്കുന്ന എത്ര പേർക്ക് 75% അറ്റൻഡൻസ് ഉണ്ട്? ഞാൻ ചോദിക്കട്ടെ, അവിടുന്ന് എത്ര MLA-മാർ LLB എടുത്തിട്ടുണ്ട്? അവർക്കൊക്കെ അറ്റൻഡൻസ് 75 ഉണ്ടായിട്ടാണോ? ഫുൾ ടൈം പൊളിറ്റീഷ്യൻസ് വന്നിട്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ ഇരുന്നിട്ട് പോകുന്നതാണോ? ഞാൻ തന്നെ മുൻ ചീഫ് സെക്രട്ടറി ജയതിലകൻ്റെ അറ്റൻഡൻസ് ലിസ്റ്റ് ഞാൻ പുറത്തു വിടുന്നു. അയാൾക്ക് 75% അറ്റൻഡൻസ് ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾ. അതിൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ പോലും. അപ്പം അതിനകത്തുള്ള കള്ളക്കളികൾ അറിയാമല്ലോ. അതുപോലെ തന്നെ കോവിഡ് കഴിഞ്ഞിട്ട് കോവിഡ് 21-22 കോവിഡ് പോയി. എന്നിട്ട് ഇപ്പോഴും ഓൺലൈൻ ടീച്ചിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 15 പിള്ളേർക്ക് അവിടെ നിന്ന് റാങ്ക് കിട്ടിയത്. അവസാനമായി മനസ്സിലാക്കുന്ന ഒരു ഞെട്ടിക്കുന്ന കാര്യം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷ പേപ്പർ കെട്ടാനുള്ള ട്വൈൻ നൂല് അത് സർവകലാശാലയിൽ നിന്നാണ് കൊടുത്തിട്ടുണ്ട്. ഞാനൊക്കെ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോഴും അങ്ങനെയാണ്. നമ്മൾ അഡീഷണൽ ഷീറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കെട്ടാനായിട്ടൊക്കെ ട്വൈൻ നൂല് വേണമല്ലോ. ആ ട്വൈൻ നൂല് യൂണിവേഴ്സിറ്റിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കുറച്ച് കാലമായി ആ ട്വൈൻ നൂല് യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ആ സമ്പ്രദായം അവസാനിക്കപ്പെട്ടിരിക്കുന്നു. ട്വൈൻ നൂല് അതാത് സ്ഥലങ്ങളിൽ കോളേജിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്ന പിള്ളേർക്ക് അതാത് കോളേജുകൾ വിതരണം ചെയ്യും എന്നുള്ള നില വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായ ട്വൈൻ നൂല് വെച്ചുകൊണ്ട് ഏത് കോളേജിൽ നിന്നുള്ള പിള്ളേരുടേതാണ് ഈ പേപ്പർ എന്നുള്ളത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ സുഹൃത്തുക്കളെ? അത് സംബന്ധിച്ച് പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ലോ അക്കാദമിയുടെ പിള്ളേരാണെങ്കിൽ ആ പിള്ളേർക്കൊരു പ്രത്യേക ട്വൈൻ നൂലായാൽ പോരെ? ആ പരീക്ഷ പേപ്പർ ഉത്തര കടലാസുകൾ കണ്ടുപിടിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷാ പേപ്പർ വീട്ടിൽ കൊണ്ടുപോയാണ് വാല്യൂ ചെയ്യുന്നത്. ലോ അക്കാദമി പഠിക്കുന്ന ഈ പറഞ്ഞ പോലെ LLM-ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ അവിടെ ക്ലാസ് എടുക്കുന്നു. അവർക്ക് ട്യൂഷൻ എടുക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ട്യൂഷൻ ഫീസും കുത്തനെ കൂട്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർക്ക് വീട്ടിൽ പോയി പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കുക. ട്യൂഷൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ പേപ്പറുകൾ തന്നെ ഇവർ നോക്കുന്ന ഒരു സ്ഥിതി വന്നാൽ എങ്ങനെ സുഹൃത്തുക്കളെന്ന് ആലോചിച്ചു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അടിമുടി അനധികൃതമായിട്ടാണ് ഈ ലോ അക്കാദമി എന്ന് പറഞ്ഞ സ്ഥാപനം ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ഭീഷണി മുഴക്കുകയാണ്. എന്താ ഭീഷണി മുഴക്കുന്നത്? ഞങ്ങളുടെ കോളേജിൽ നിന്ന് പാസ്സായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ ന്യായാധിപന്മാരിപ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകൾ വന്നാൽ അവർ കൈകാര്യം ചെയ്തോളൂ എന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരെ പോലും ഉപയോഗിച്ചുകൊണ്ട് കള്ളത്തരം ക്രമവിരുദ്ധമായ നടപടികളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ ഈ ന്യായാധിപരോട് പറഞ്ഞത്, ന്യായാധിപർ അവിടെ വരുന്നതൊന്നും അറിഞ്ഞിട്ടായിരിക്കില്ല. ഈ ന്യായാധിപരെ അവിടെ കൊണ്ടുവരുന്ന ഒരു ഇടനിലക്കാരനുണ്ട്, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇടനിലക്കാരൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ ന്യായാധിപരെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. അവരിതൊന്നും അറിയാതെയാണ്. അവർ പോലും ഇവിടെ നടക്കുന്ന അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം. ശുഭകരമായിട്ടുള്ള വാർത്ത കേൾക്കുന്നതെന്ന് വെച്ചാൽ കേരള സർവകലാശാലയിൽ നിന്ന് ഒരു ടീം ഈ ബാർ കൗൺസിലിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ചെന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നടക്കുന്ന അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ ഈ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ ആ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതുകൊണ്ട് തീർത്തും അനധികൃതമായിട്ടാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ യോഗ്യതയില്ല എന്നുള്ള നിലയിലായിരിക്കണം ബാർ കൗൺസിലിൻ്റെ പിന്നെ ഈ സർക്കുലറിനുള്ള മറുപടി പോകേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ വൈസ് ചാൻസലർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തെളിവുകൾ വെച്ചിട്ട് നിവേദനം കൊടുക്കാൻ പോകുന്നുണ്ട്. ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള വിവരാവകാശ ചോദ്യങ്ങൾ ഞാൻ കേരള സർവകലാശാലയോട് ചോദിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിനെ ഞാൻ ഇന്നൊരു സ്ഥലത്ത് വെച്ച് നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോഴും ഈ കാര്യം ഞാൻ സൂചിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നിയമവിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു കറുത്ത പൊട്ടാണ് ഈ ലോ അക്കാദമി. ഇടതിനെയും സ്വാധീനിച്ചുകൊണ്ട് അനധികൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോ അക്കാദമിയുടെ പ്രവർത്തനം ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ളത് എൻ്റെ വരും ദിവസങ്ങളിലെ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേടായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഈ ലോ അക്കാദമി അധികൃതരോട് പറയാനുള്ളൂ. എനിക്കെതിരെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മാനനഷ്ട കേസ് കൊടുക്കാം. ആ മാനനഷ്ട കേസിന് നെഞ്ചി വിരിച്ചു നിന്നുകൊണ്ട് ഞാൻ നേരിടും എന്നും ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.